ഐഫോൺസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് നല്ലോണം ഏജ് ആവും എന്നുള്ളൊരു കാര്യമാണ്. അതായത് അതിൻ്റെ പെർഫോമൻസ് നോക്കിയാലോ അല്ലെങ്കിൽ അതിൻ്റെ ക്യാമറയൊക്കെ എടുത്താൽ തന്നെ ഇപ്പോൾ ഒരു 4 വർഷം പഴയ ഒരു ഐഫോൺ ആണെങ്കിൽ പോലും ഇപ്പോൾ എടുത്താലും ഏറ്റവും നല്ലോണം തന്നെ പെർഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ഇപ്പോൾ നമുക്ക് 2 ഐഫോൺ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് പ്രൈസിങ് നോക്കാൻ നേരത്ത് പ്രത്യേകിച്ച് ഒരു സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ പ്രൈസിങ് രണ്ടും ഏതാണ്ട് ഒരേ കണക്ക് വരുവാണെങ്കിൽ അതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യം നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന 2 ഐഫോൺസ് ആണ് iPhone 8 പ്ലസും iPhone 10R. അത് ഈ 2 ഐഫോൺസ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ iPhone 10R ഇപ്പോഴും ഒഫീഷ്യലി ആപ്പിൾ വിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസിങ് അങ്ങനെ നോക്കാൻ നേരം നല്ല കൂടി നിൽക്കുവാണ്. പക്ഷേ നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു iPhone 8 പ്ലസിൻ്റെ നല്ലൊരു സെക്കൻഡ് ഹാൻഡ് യൂണിറ്റിൻ്റെ അതേ പ്രൈസിങ് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ കാരണത്താൽ തന്നെ നമുക്ക് ഇതിനകത്ത് ഏത് ഫോൺ എടുക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫോണാണോ നല്ലതെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയം കാണും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ വീഡിയോ. നമ്മളിവിടെ ഈ കമ്പാരിസന് വേണ്ടി നോക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും, രണ്ടാമത്തത് ഡിസ്പ്ലേയും ഓഡിയോയും, മൂന്നാമത്തെന്ന് പറയുന്നത് ഇന്റേണൽസും പെർഫോമൻസും, നാലാമത്തത് ക്യാമറ, അഞ്ചാമത്തത് ബാറ്ററിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഈ 2 ഫോണിൻ്റെയും മെറ്റീരിയൽ നോക്കുവാണെങ്കിൽ, അതായത് നമ്മൾ ഡിസൈൻ്റെ കാര്യത്തിനകത്ത് തന്നെ ഇതിനകത്ത് മെറ്റീരിയൽസ് നോക്കുവാണെങ്കിൽ രണ്ടിനും അലുമിനിയം ഫ്രെയിമും ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ്സുമാണ് വന്നേക്കുന്നത്. അതിനകത്ത് തന്നെ ഈ 2 ഫോണിനകത്തും ഇച്ചിരി വീതി കൂടിയതും വലിപ്പം കൂടിയൊരു ഫോൺ എന്ന് പറയുന്നത് iPhone 8 പ്ലസ് ആണ്. പക്ഷേ കനം കുറഞ്ഞ ഫോൺ iPhone 8 പ്ലസ് ആണ്. പക്ഷേ എന്നാലും നമുക്കിവിടെ വീതി കൂടുതലും വലിപ്പം കൂടുതലും വരുന്നതുകൊണ്ട് തന്നെ iPhone 8 പ്ലസിൻ്റെ വെയിറ്റും കൂടുതലാണ്. അത് നമ്മൾ iPhone 8 പ്ലസ് കൈ പിടിക്കാൻ നേരത്ത് നല്ല വലിയൊരു ഫോണാണ്. പക്ഷെ നമുക്ക് iPhone 10R ആ ഒരു രീതിക്കകത്ത് കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. പക്ഷേ കനം കുറച്ച് കൂടി നിൽക്കുകയാണ്. എന്നാലും കൈ പിടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ 2 ഫോണിനകത്തും ബെറ്റർ ആയിട്ടുള്ളൊരു ഫോൺ എന്ന് പറയുന്നത് iPhone 10R തന്നെയാണ്. കുറച്ചും കൂടെ നല്ലൊരു ഫോം ഫാക്ടറാണ് iPhone 10R കിട്ടിയിരിക്കുന്നത്. പിന്നെ ബിൽഡ് ക്വാളിറ്റിക്ക് അത് രണ്ടിനകത്തും പ്രശ്നങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല ഈ 2 ഫോണും നല്ലോണം തന്നെ ഏജ് ആവുന്ന ഫോൺ തന്നെയാണ്. അത് നമുക്ക് കുറേ കാലം കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ ബട്ടൺസിന് കംപ്ലയിൻറ്റ് വരുമോ അല്ലെങ്കിൽ നമുക്ക് ചാർജിങ് പോർട്ടായ ലൈറ്റ്നിങ് പോർട്ടിനും കംപ്ലയിൻറ്റ് വരുത്തൊന്നുമില്ല. അത് ഈ 2 ഫോണിനകത്തും ഹെഡ്ഫോൺ ജാക്ക് വരുന്നുമില്ല. പിന്നെ നമ്മളിവിടെ ഫ്രണ്ട് നോക്കാൻ നേരത്ത് മാത്രമാണ് iPhone 8 പ്ലസ് ഒരുപാട് പഴയൊരു ഡിസൈൻ കണക്ക് പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ iPhone 8 പ്ലസിൻ്റെ ഫ്രണ്ടിൽ നല്ല വലിയ ബെസൽസ് ഉണ്ട്. അതിന് വരാനുള്ള കാരണം ഇവിടെ നമുക്ക് ഹോം ബട്ടൺ ഉള്ളതെന്നുള്ളൊരു കാര്യമാണ്. അത് ഹോം ബട്ടണിനകത്ത് ടച്ച് ID വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതി നോക്കാൻ നേരത്ത് പ്രത്യേകിച്ചും ഇപ്പോൾ മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നമുക്ക് iPhone 8 പ്ലസിന് അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ഈ ഹോം ബട്ടണിനകത്ത് ടച്ച് ID വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ അൺലോക്കിംഗ് മെത്തേഡാണ്, ഫിംഗർ പ്രിൻറ്റ് അൺലോക്കാണ് വരുന്നത്. അന്ന് ടച്ച് ID എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റ് ആയ ഒരു അൺലോക്കിംഗ് മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ iPhone 8 പ്ലസിൻ്റെ നമുക്ക് അൺലോക്കിംഗ് മെത്തേഡ് ഏറ്റവും ബെറ്റർ ആണ് iPhone 10R ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. iPhone 10R ഫേസ് ID ആണ് വരുന്നത്. ഫേസ് ID എപ്പോഴും നല്ലൊരു കൺവീനിയൻറ്റ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇങ്ങനത്തെ മാസ്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സമയമായതുകൊണ്ടും പിന്നെ സ്പീഡ് നോക്കാൻ നേരത്ത് ടച്ച് ID തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് iPhone 8 പ്ലസിന് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും ഇവിടെ വലിയ ബെസൽസ് വരുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ അങ്ങനെ കാണാൻ നേരത്ത് നമുക്ക് ചെറിയൊരു പോരായ്മ തോന്നാൻ സാധ്യതയുണ്ട്. നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരാൻ നേരം നോക്കാം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഫോണിനും IP റേറ്റിംഗ് ഉള്ള ഫോൺസ് തന്നെയാണ്. IP67 റേറ്റിംഗ് ആണ് 2 ഫോണിന് വരുന്നത്. അതായത് 2 ഫോണിനും 1 മീറ്റർ 30 മിനിറ്റത്തേക്കുള്ള വാട്ടർ റെസിസ്റ്റൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ 2 ഫോൺ നല്ലോണം തന്നെ വന്നിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം കൂടി എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര സിം ഉപയോഗിക്കാൻ പറ്റുന്ന സംശയം ഉണ്ടെങ്കിൽ iPhone 10R ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. iPhone 10R നമുക്ക് 2 സിം ഉപയോഗിക്കാൻ പറ്റും. ഒരു സിം എന്ന് പറയുന്നത് നാനോ സിം ആയിരിക്കണം. പിന്നെ അടുത്തത് ഈ സിം അല്ലെങ്കിൽ എംബഡഡ് സിം ആയിരിക്കണം. പക്ഷേ iPhone 8 പ്ലസിനകത്ത് നമുക്ക് ഒരു സിമ്മേ ഉപയോഗിക്കാൻ പറ്റൂ, അത് നാനോ സിമ്മും ആയിരിക്കണം. അപ്പോൾ ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസൈൻ ബിൽഡ് ക്വാളിറ്റിയിൽ വന്നേക്കുന്നത്. അതും ഡിസൈൻ എടുക്കാൻ നേരത്ത് എനിക്ക് തോന്നുന്നു ഡിസൈൻ്റെ കാര്യത്തിനകത്ത് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഡിസൈൻ എന്ന് പറയുന്നത് iPhone 10R തന്നെയാണ്. പക്ഷേ എന്നാലും iPhone 8 പ്ലസിൻ്റെ ഡിസൈൻ ബാക്കിൽ നിന്ന് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ വന്നിട്ടുണ്ട്. അതും ഈ 2 ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നല്ല തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഏത് ഡിസൈൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിന് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിനകത്ത് 2 ഫോണിനും ഒരേ കണക്കത്തെ ബിൽഡ് ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. അതായത് നമുക്കൊരു ഗ്യാപ്പോ അല്ലെങ്കിൽ ഫോൺ വളയുന്ന പ്രശ്നങ്ങളൊന്നും കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ 2 ഫോൺ നല്ലോണം തന്നെ നിൽപ്പുണ്ട്. നമുക്ക് അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ഡിസ്പ്ലേയും ഓഡിയോ ആണ്. അതുകൊണ്ട് ഡിസ്പ്ലേ എടുക്കാൻ നേരത്ത് അതിനകത്ത് iPhone 10R കുറച്ചും കൂടെ ചെറിയൊരു ഫോം ഫാക്ടർ ആണെങ്കിൽ പോലും അതിനകത്ത് വലിയൊരു ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. iPhone 10R ഡിസ്പ്ലേ സൈസ് 6.1 ഇഞ്ചാണ്. അത് ഇങ്ങനത്തെ ഒരു വലിയ ഡിസ്പ്ലേ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോച്ചും അതിനൊക്കെ തന്നെ ബെസൽസ് കുറവായതുകൊണ്ടാണ്. കാരണം നമ്മൾ iPhone 8 പ്ലസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതാണ് കുറച്ചും കൂടി ഒരു വലിയ ഫോണാണ്. പക്ഷേ എന്നാലും അതിൻ്റെ ഡിസ്പ്ലേ സൈസ് 5.5 ഇഞ്ചേ ഉള്ളൂ. അത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് ഇപ്പോഴത്തെ ഒരു ഫോമാറ്റുള്ള വീഡിയോസ് കാണുവാണെങ്കിൽ നമുക്ക് നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട്. അത് ഇവിടെ ഈ 2 ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ ഇത് രണ്ടും LCD പാനലാണ്. അത് ഇവിടുത്തെ റെസൊല്യൂഷൻ എടുക്കാൻ നേരത്ത് അതിനകത്ത് iPhone 8 പ്ലസിനാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. iPhone 8 പ്ലസിൻ്റെ ഡിസ്പ്ലേ ഒരു ഫുൾ HD പാനലാണ്. പക്ഷേ നമുക്ക് iPhone 10R നോക്കുവാണെങ്കിൽ ഫുൾ HD പാനലല്ല, അതിന് പകരം 720p കാട്ടി കുറച്ചും കൂടെ കൂടുതൽ പിക്സൽസ് വരുന്നൊരു പാനൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പിക്സൽ ഡെൻസിറ്റി എടുക്കാൻ നേരത്ത് iPhone 10R 326 ppi ഉള്ളൂ, iPhone 8 പ്ലസിന് 401 ppi ഉണ്ട്. അത് നമുക്കത് ഉപയോഗിക്കുന്ന സമയം നല്ലോണം മനസ്സിലാവുന്നുണ്ട്. കുറച്ചും കൂടെ ഷാർപ്പായ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് iPhone 8 പ്ലസിൻ്റെ ആണ്. അതായത് iPhone 8 പ്ലസ് ഒരു വർഷം പഴയൊരു ഫോണാണെങ്കിൽ പോലും iPhone 10R കാട്ടിയും ഒരു വർഷം പഴയൊരു ഫോണാണെങ്കിൽ പോലും iPhone 8 പ്ലസിൻ്റെ ഡിസ്പ്ലേ
എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഒരു ഡിസ്പ്ലേ ആണ്. അതായത് ക്വാളിറ്റിക്കകത്ത് മാത്രമല്ല, നമുക്ക് ഈ ഷാർപ്നെസ്സിനകത്ത് മാത്രമല്ല, നമ്മുടെ വ്യൂയിങ് ആംഗിൾസ് എടുക്കാൻ നേരത്ത് പോലും iPhone 8 Plusനാണ് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് വന്നേക്കുന്നത്. പക്ഷേ അതിനങ്ങനെ ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ പോലും iPhone 8 Plusൻ്റെ ഡിസ്പ്ലേക്ക് 3D ടച്ച് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ്. ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഈ രണ്ട് ഡിസ്പ്ലേനും സെയിം ആണ്. രണ്ടിനും ട്രൂ ടോൺ സപ്പോർട്ട് ഉണ്ട്. അതിനൊക്കെ രണ്ടിനകത്ത് നമുക്ക് വരുന്ന പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറഞ്ഞാൽ 625 nits ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രണ്ട് ഫോണും പുറത്ത് ഉപയോഗിക്കുന്ന സമയത്ത്, ഇപ്പോൾ വെയിലുള്ള ദിവസമാണെങ്കിൽ പോലും നമുക്ക് കണ്ടന്റ് ഒന്നും വായിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അതിനൊക്കെ നമുക്ക് ഈ ഡിസ്പ്ലേക്കകത്തുള്ള ബാക്കിയുള്ള സപ്പോർട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, അതായത് വീഡിയോ പ്ലേ ബാക്കിൻ്റെ സപ്പോർട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, രണ്ട് ഫോണിനകത്തും ഡോൾബി വിഷൻ സപ്പോർട്ടും HDR10+ സപ്പോർട്ടും HLG സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നാൽ നമുക്ക് ഈ രണ്ട് ഡിസ്പ്ലേയും കൂടെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഡിസ്പ്ലേ എന്ന് പറയുന്നത് iPhone 8 Plusൻ്റെ ഡിസ്പ്ലേ ആണ്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ iPhone 8 Plusൻ്റെ ഡിസ്പ്ലേ നല്ലൊരു എക്സ്പീരിയൻസ് എപ്പോഴും തരുമെന്നല്ല. കാരണം നമുക്കിപ്പോൾ ഗെയിം കളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വൈഡ് ഫോമാറ്റുള്ള വീഡിയോസ് കാണുവാണെങ്കിൽ അപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് വരുന്നതെന്ന് പറഞ്ഞാൽ iPhone 10R തന്നെയാണ്. പക്ഷേ എന്നാൽ നമ്മൾ ക്വാളിറ്റി വെച്ച് പറയാൻ നേരത്ത് iPhone 8 Plusന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു അഡ്വാൻറ്റേജ് പോണ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓഡിയോയിലേക്ക് വരാൻ നേരത്താണ്. ഇവിടെ രണ്ട് ഫോണിനും ഡ്യുവൽ സ്പീക്കർ സിസ്റ്റമാണ്. അതായത് നമുക്ക് ഈ താഴെ കാണുന്നതും ഇയർ പീസും സ്പീക്കർ തന്നെയാണ്. പക്ഷേ ഓഡിയോ ക്വാളിറ്റിയും ലൗഡ്നെസ്സും എല്ലാം കൂടുതൽ iPhone 10Rൻ്റെ സ്പീക്കേഴ്സിനകത്താണ്. അത് മാത്രമല്ല iPhone 10Rനകത്ത് നമുക്ക് സ്പേഷ്യൽ ഓഡിയോ പ്ലേ ബാക്ക് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. അത് രണ്ടും നമുക്ക് ഈ iPhone 8 Plusൻ്റെ സ്പീക്കേഴ്സ് വരുന്നില്ല. നമ്മൾ സൗണ്ട് കേൾക്കുന്ന സമയത്ത് തന്നെ കുറച്ചും കൂടെ റിച്ച് ആയിട്ടുള്ള സൗണ്ട് വരുന്നത് iPhone 10R നിന്നാണ്. അതിനൊക്കെ തന്നെ കുറച്ചും കൂടെ ലൗഡ്നെസ് കൂടിയ സൗണ്ടും നമുക്ക് iPhone 10R നിന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഡിയോയ്ക്കകത്ത് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയേക്കുന്ന iPhone 10Rനാണ് iPhone 8 Plus വെച്ച് നോക്കാൻ നേരത്ത്. പക്ഷേ നമുക്ക് ഇയർ പീസ് എടുക്കാൻ നേരത്ത് കോൾ ക്വാളിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ രണ്ടിൻ്റെയും കോൾ ക്വാളിറ്റി ഏതാണ്ട് നല്ലോണം തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തൊരു കമ്പാരിസൺ വെച്ച് ഏതാണ് ബെറ്റർ എന്ന് പറയേണ്ട ആവശ്യമില്ല. രണ്ടിലും നല്ലൊരു കോൾ എക്സ്പീരിയൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിസ്പ്ലേയുടെയും ഓഡിയോയുടെയും കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡിസ്പ്ലേ എടുക്കാൻ നേരത്ത് ഡിസ്പ്ലേയുടെ ക്വാളിറ്റി വെച്ചുള്ള അഡ്വാൻറ്റേജ് iPhone 8 Plusന് വരുവാണെങ്കിലും എക്സ്പീരിയൻസ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചില സ്ഥലത്ത് വരുന്നത് iPhone 10Rനകത്താണ്. പിന്നെ ഓഡിയോയ്ക്കകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വന്നേക്കുന്നത് iPhone 10R തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ സ്ഥിതിക്ക് നമുക്ക് ഇനി അടുത്ത മൂന്നാമത്തെ ഫാക്ടറിലേക്ക് പോകാം. അപ്പോൾ അതെന്ന് പറയുന്നത് ഇൻറ്റേർണൽസും പെർഫോമൻസും ആണ്. അപ്പോൾ പെർഫോമൻസ് എടുക്കാൻ നേരത്ത് നമുക്ക് ആദ്യം അറിയേണ്ടത് ഇൻറ്റേർണൽസ് ആണ്. അപ്പോൾ ഇൻറ്റേർണൽസ് നോക്കാൻ നേരത്ത് തന്നെ iPhone 8 Plus ഞാൻ പറഞ്ഞായിരുന്നു ഒരു വർഷം പഴയൊരു ഫോണാണ് iPhone 10R കമ്പയർ ചെയ്യാൻ നേരത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് വന്നേക്കുന്ന പ്രൊസസ്സറും ഒരു വർഷം പഴയ ഒരെണ്ണമാണ്. ആപ്പിളിൻ്റെ A11 ബയോണിക് ചിപ്പാണ് വന്നേക്കുന്നത്. അത് നമ്മൾ ഇവിടെ വന്നേക്കുന്ന റാം നോക്കുവാണെങ്കിൽ iPhone 8 Plusൻ്റെ റാം നോക്കുവാണെങ്കിൽ 3GB റാം ആണ്. പിന്നെ ഇപ്പം നമുക്ക് അവൈലബിൾ ആയ സ്റ്റോറേജ് ഓപ്ഷൻസ് എടുക്കാൻ നേരത്ത് നമുക്ക് 64 തൊട്ടാണ് പോയേക്കുന്നത്. അതിനൊക്കെ നമ്മൾ iPhone 10Rലേക്ക് വരാൻ നേരത്ത് ഒരു വർഷം പുതിയൊരു പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ A12 ബയോണിക് ചിപ്പാണ് കിട്ടിയേക്കുന്നത്. പക്ഷേ റാം എന്ന് പറഞ്ഞാൽ 3GB ഉള്ളൂ. പിന്നെ സ്റ്റോറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് സ്റ്റോറേജ് ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 64GB തന്നെയാണ്. അത് ഈ രണ്ട് ഫോണിനകത്ത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് OS ആണുള്ളത്, iOS 14 ആണുള്ളത്. അപ്പോൾ നമ്മൾ അത് വെച്ച് ഇപ്പോഴത്തെ സ്പീഡ് ടെസ്റ്റ് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു യൂസേജ് നോക്കുവാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് വന്നേക്കുന്നത് പറയുന്നത് പുതിയ പ്രൊസസ്സറുള്ള ആപ്പിളിൻ്റെ iPhone 10R തന്നെയാണ്. iPhone 10Rനകത്ത് കുറച്ചും കൂടി ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് iPhone 8 Plusമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ iPhone 8 Plus ലോ എന്നല്ല. iPhone 8 Plus ഇപ്പോഴും നല്ല സ്പീഡുള്ള ഒരു ഫോൺ തന്നെയാണ്. അതായത് നമ്മളിപ്പം നോർമൽ ടാസ്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കര ഹെവി ഒരു ഗെയിം കളിച്ചാൽ പോലും അതിനകത്തൊന്നും പ്രശ്നങ്ങളില്ല. പക്ഷേ ചൂടാവുന്ന കാര്യമൊക്കെ എടുക്കുവാണെങ്കിൽ iPhone 8 Plus കുറച്ചും കൂടെ നല്ലോണം ചൂടാവും iPhone 10Rമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത്. അത് മാത്രമല്ല ലോഡിംഗ് ടൈമൊക്കെ iPhone 8 Plusനകത്ത് കൂടുതലാണ്. പിന്നെ റാം മാനേജ്മെൻറ്റ് രണ്ടിനകത്തും 3GB ഉണ്ടെങ്കിൽ പോലും iPhone 8 Plusൻ്റെ റാം മാനേജ്മെൻറ്റ് കുറച്ചും കൂടെ മോശമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ നോക്കാൻ നേരത്ത് iPhone 10Rമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറാണ്. അതായത് നമുക്ക് ഇനി നോക്കാൻ നേരത്ത് തന്നെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ആയാൽ പോലും iPhone 10Rന് ഒരു വർഷം കൂടെ കൂടുതൽ സോഫ്റ്റ്വെയർ സപ്പോർട്ട് കിട്ടും. അത് മാത്രമല്ല നമ്മൾ നോക്കാൻ നേരത്ത് ഇനി ഫ്യൂച്ചറിലേക്ക് നോക്കാൻ നേരത്ത് തന്നെ iPhone 10R ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫാക്ടറിനകത്ത് എന്തായാലും ബെറ്റർ ആയിട്ടുള്ള ഫോൺ എന്ന് പറയുന്നത് iPhone 10R തന്നെയാണ്. നമുക്കിനി നാലാമത്തെ ഫാക്ടറിലേക്ക് പോകാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ്. ഇത് ക്യാമറയാണ്. അപ്പോൾ നമ്മൾ ബാക്കിൽ കാണാൻ നേരത്ത് iPhone 10Rന് ഒരു പുതിയൊരു ഫോണാണെങ്കിൽ, അതായത് നമുക്ക് iPhone 8 Plusമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വർഷം പുതിയൊരു ഫോണാണെങ്കിൽ പോലും ബാക്കിൽ ഒരു ഒറ്റ ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. അതൊരു 12 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിൻ്റെ ആപ്പർച്ചർ f1.8 ആണ്. പിന്നെ നമ്മൾ iPhone 8 Plus നോക്കുവാണെങ്കിൽ അതിനകത്ത് ബാക്കിൽ നമുക്ക് രണ്ട് ക്യാമറ കിട്ടുന്നുണ്ട്. അതിനകത്ത് മെയിൻ ക്യാമറ എന്ന് പറഞ്ഞാൽ അതൊരു 12 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിൻ്റെ ആപ്പർച്ചർ f1.8 ആണ്. പക്ഷേ നമുക്ക് സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത്, അതായത് നമുക്ക് രണ്ടാമത്തെ ക്യാമറ എന്ന് പറയുന്നത് ഒരു ടെലിഫോട്ടോ ക്യാമറയാണ്. അതൊരു 12 മെഗാപിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പർച്ചർ f2.8 ആണ്. അത് നമുക്ക് ഈ iPhone 10R എടുത്താലും iPhone 8 Plus എടുക്കുവാണെങ്കിലും ഇതിൻ്റെ രണ്ടിൻ്റെ മെയിൻ ക്യാമറയ്ക്കകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ iPhone 8 Plusൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഒരു ടെലിഫോട്ടോ ക്യാമറ വരുന്നുണ്ട് തന്നെ 2x ഒപ്റ്റിക്കൽ സൂം കിട്ടുന്നുണ്ട്, 10x വരെ ഡിജിറ്റൽ സൂം വരുന്നുണ്ട്. നമുക്ക് iPhone 10Rനകത്താണെങ്കിൽ 5x വരെ ഡിജിറ്റൽ സൂം വരുന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കാൻ നേരത്ത് തന്നെ നമുക്കിവിടെ പോർട്രേറ്റ് മോഡ് എടുക്കുവാണെങ്കിൽ നമുക്ക് iPhone 8 Plusനകത്ത് നമുക്ക് 5 ലൈറ്റ് എഫക്റ്റ് വരുന്നുണ്ട്, 5 ലൈറ്റിംഗ് എഫക്ട്സ് കിട്ടുന്നുണ്ട്. iPhone 10Rനകത്ത് നമുക്ക് 3 കിട്ടുന്നുള്ളൂ. നമ്മൾ ഫോട്ടോയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ, ഫോട്ടോ എടുക്കുന്ന കാര്യം പറയുവാണെങ്കിൽ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് നോക്കാൻ നേരത്ത് രണ്ടിനകത്തും നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിലും കുറച്ചൊരു അഡ്വാൻറ്റേജ് വന്നേക്കുന്നത് iPhone 10Rനകത്താണ്. അത് പ്രോസസ്സിങ്ങിൻ്റെ കാര്യമായിരിക്കും. പുതിയ പ്രൊസസ്സർ ആയതുകൊണ്ട് കുറച്ചും കൂടെ ബെറ്റർ ആയൊരു പ്രോസസ്സിങ് ആയതുകൊണ്ടാകാം. കാരണം നമ്മളിപ്പോൾ കുറച്ച് പാടുള്ളൊരു സിറ്റുവേഷനകത്ത് ഫോട്ടോ എടുത്താൽ പോലും അതിന് നമുക്ക് ഹൈലൈറ്റ്സ് ഒക്കെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് iPhone 10Rൻ്റെ ഫോട്ടോസിനകത്താണ്. അത് മാത്രമല്ല iPhone 10Rൻ്റെ ഫോട്ടോസിൻ്റെ ഡൈനാമിക് റേഞ്ച് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഫോട്ടോയ്ക്കകത്ത് ഭയങ്കര വ്യത്യാസം ഉണ്ടെന്നല്ല. പക്ഷെ നമുക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത്
ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ ഈ മെയിൻ ക്യാമറ വെച്ച് എടുക്കുമ്പോൾ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് iPhone XR തന്നെയാണ്. ആ ഒരു അഡ്വാൻറ്റേജ് iPhone XR വരുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് iPhone 8 Plusനകത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സെക്കൻഡറി ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടെലിഫോട്ടോ ഷോട്ട്സ് എടുക്കുന്നത് നമുക്ക് സൂം ചെയ്തെടുക്കുന്ന ഷോട്ട്സിന് കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി ഉണ്ട്. അത് മാത്രമല്ല പോർട്രേറ്റ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് പോലും എനിക്ക് iPhone 8 Plusൻ്റെ പോർട്രേറ്റ് ഫോട്ടോസാണ് ഇഷ്ടപ്പെട്ടത്. iPhone XRനകത്തും പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതിനകത്ത് പക്ഷേ നമുക്ക് ആ ഒരു എഡ്ജ് ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല. അത് മാത്രമല്ല കുറച്ചുകൂടെ സൂം ഔട്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 8 Plusൻ്റെ പോർട്രേറ്റ് ഫോട്ടോസ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് iPhone 8 Plusൻ്റെ ഈ സെക്കൻഡറി ക്യാമറ വരുന്നുണ്ട് കിട്ടുന്നുണ്ട്. അത് നമുക്ക് iPhone XR വരുന്നുമില്ല. പക്ഷേ എന്നാൽ നമ്മൾ മൊത്തത്തിൽ ഫോട്ടോയുടെ മാത്രം കാര്യം മെയിൻ ക്യാമറ വെച്ച് പറയുവാണെങ്കിൽ അതിനകത്ത് മികച്ച് നിൽക്കുന്നത് iPhone XR തന്നെയാണ്. അതും ആ ഒരു മികവ് വീഡിയോ റെക്കോർഡിങ്ങിനകത്ത് വരുമ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഫോണിനകത്തും 4K 60 FPS വരെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിലും നമുക്ക് എക്സ്റ്റൻഡഡ് ഡൈനാമിക് റേഞ്ച് വരുന്ന വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് iPhone XRനകത്ത് മാത്രമേ ഉള്ളൂ. അത് 30 FPS വരെ ഉള്ളൂ. പക്ഷേ അത് മാത്രമല്ല സ്റ്റെബിലൈസേഷൻ നോക്കിയാലോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള വീഡിയോയുടെ ക്വാളിറ്റി നോക്കാൻ നേരത്ത് ഇപ്പോൾ രണ്ടിനകത്തും നല്ല വീഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിലും മികച്ച് നിൽക്കുന്നതെന്ന് പറയുന്നത് iPhone XRൻ്റെ വീഡിയോ തന്നെയാണ്. അത് കുറച്ചും കൂടി ഒരു ബെറ്ററായ വീഡിയോ ആണ്. അതിനകത്ത് നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം വെച്ചാൽ ആ പ്രൊസിങ് തന്നെയാണ്. പ്രൊസിങ് വരുന്നതുകൊണ്ടാകാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ സ്റ്റീരിയോ റെക്കോർഡിങ്ങും ഈ iPhone XRന് കിട്ടുന്നുണ്ട്. അത് നമുക്ക് iPhone 8 Plus വരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്ത് ഈ ബാക്കിലത്തെ ക്യാമറ സിസ്റ്റം പറയാൻ നേരത്ത് നിങ്ങൾക്ക് ടെലിഫോട്ടോ ക്യാമറ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾക്ക് പോർട്രേറ്റ് ഫോട്ടോസ് നല്ല പോർട്രേറ്റ് ഫോട്ടോസ് കൂടുതൽ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് iPhone 8 Plusന് ക്യാമറയ്ക്കകത്തൊരു അഡ്വാൻറ്റേജ് വരുന്നത്. കാരണം നമ്മൾ ഫ്രണ്ട് ക്യാമറ നോക്കുവാണെങ്കിൽ പോലും രണ്ടിൻ്റെയും ഫ്രണ്ട് ക്യാമറ 7 MP ക്യാമറ ആണെങ്കിലും iPhone XRനകത്ത് നമുക്ക് ഫേസ് ഐഡി വരുന്നതുകൊണ്ട് തന്നെ ട്രൂ ഡെപ്ത് ക്യാമറ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫോട്ടോയ്ക്കകത്ത് കുറച്ചും കൂടി ഒരു മികവ് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് iPhone XRനകത്ത് പോർട്രേറ്റ് ഫോട്ടോസ് ഈ ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കാൻ പറ്റും. അത് നമുക്ക് iPhone 8 Plusൽ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് എടുക്കാൻ നേരത്തെ തന്നെ iPhone XRൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ചുള്ള വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് 1080p 60 FPS വരെ പോകാൻ പറ്റും. അത് വ്ളോഗിങ് നിങ്ങൾക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള വീഡിയോ വന്നേക്കുന്നത് iPhone XRൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ച് തന്നെയാണ്. പിന്നെ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്തൊരു കാര്യമായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് അതിനകത്ത് താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആനിമോജിയും മീമോജിക്കകത്തൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അത് iPhone XR മാത്രമേ കിട്ടൂ. iPhone 8 Plus കിട്ടത്തില്ല. അത് ആ ഒരു സപ്പോർട്ട് നമുക്ക് iPhone XR മാത്രമേ കിട്ടൂ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമറ സിസ്റ്റം നോക്കിക്കഴിയാൻ നേരത്ത് അത് ബെറ്ററായിട്ട് നിൽക്കുന്നത് iPhone XR തന്നെയാണ്. നമുക്ക് iPhone 8 Plusൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ക്യാമറ വന്നതാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് കിട്ടുന്ന ഒരു ബെറ്റർ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂം ചെയ്തൊരു ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് iPhone 8 Plusൻ്റെ ആണ്. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി എടുക്കാൻ നേരത്ത് രണ്ടിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ വലിയ ബാറ്ററി വന്നേക്കുന്നത് iPhone XRനകത്ത് തന്നെയാണ്. അതും iPhone XRൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 2942 mAh ആണ്. അത് iPhone 8 Plusൻ്റെ എന്ന് പറഞ്ഞാൽ 2691 mAh ആണ്. അത് നമുക്കിവിടെ iPhone 8 Plusൻ്റെ പുതിയൊരു യൂണിറ്റ് വാങ്ങിക്കാൻ നല്ല പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 100% ബാറ്ററി ഹെൽത്ത് വരുന്നൊരു iPhone 8 Plus കിട്ടാൻ പാടാണ്. അപ്പോൾ ആ കാരണത്താൽ തന്നെ നമുക്ക് ഈ രണ്ട് ഫോണിനകത്തും ബാറ്ററി കമ്പാരിസൺ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ഈ രണ്ട് ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്ററായിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് iPhone XRൻ്റെ ആണ്. അത് നമുക്ക് iPhone XRന് ഇപ്പോൾ രണ്ടിൻ്റെയും ബാറ്ററി ഹെൽത്ത് ഏതാണ്ട് സെയിം ആണ്. ഇപ്പോൾ iPhone XRും iPhone 8 Plusൻ്റെ ബാറ്ററി ഹെൽത്ത് സെയിം ആയിട്ട് നോക്കുവാണെങ്കിൽ എന്തായാലും ഒരു 1-2 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം കൂടുതൽ iPhone XRന് iPhone 8 Plusനെ കട്ടിങ് കിട്ടും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമ്മൾ ചാർജിങ് എടുക്കാൻ നേരത്ത് രണ്ട് ഫോണിനകത്ത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വയർലെസ് ചാർജിങ്ങും ഒക്കെ വരുന്നുണ്ട്. അത് ഈ രണ്ട് ഫോണിനകത്ത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് പറയാൻ നേരത്തെ തന്നെ നമ്മളിപ്പോൾ ആപ്പിളിൻ്റെ 20 വാട്ട് ചാർജർ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരേ സ്പീഡ് തന്നെ കിട്ടും ചാർജിങ് ടൈം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വയർലെസ് ചാർജിങ്ങും രണ്ടിനകത്തും സ്ലോ ആയിട്ടുള്ള വയർലെസ് ചാർജിങ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാറ്ററിയുടെയും കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ബാറ്ററിക്കകത്ത് അഡ്വാൻറ്റേജ് വന്നേക്കുന്നത് iPhone XR തന്നെയാണ്. പിന്നെ അവസാനമുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ രണ്ടിനകത്തുള്ള LTE ബാൻഡ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ രണ്ടിനും ഏതാണ്ട് ഒരേ കണക്കത്തെ LTE ബാൻഡ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് ഈ രണ്ട് ഫോണിനകത്തും 5G സപ്പോർട്ടൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. പിന്നെ ബ്ലൂടൂത്ത് വേർഷൻ രണ്ടിനകത്ത് 5 ആണ്. വൈഫൈ വേർഷൻ പറഞ്ഞാൽ വൈഫൈ 5 ആണ് വന്നേക്കുന്നത്. പിന്നെ രണ്ടിനകത്തും NFC ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഫോണും നമുക്ക് ആപ്പിൾ പേ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നമുക്ക് ആപ്പിൾ പേ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണിൻ്റെയും കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് ഈ രണ്ടിൻ്റെയും കമ്പാരിസൺ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലോണം മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടിനും ഒരേ പ്രൈസിങ് വരുവാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ് രണ്ടിനും ഒരേ പ്രൈസിങ് വരുവാണെങ്കിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് iPhone XR തന്നെയാണ്. നമുക്ക് iPhone 8 Plusന് അഡ്വാൻറ്റേജ് ഉള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിക്കകത്ത് ഒരു ചെറിയ അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഈ രണ്ടാമത്തെ ക്യാമറ വരുന്നതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതല്ലാതെ നോക്കുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടച്ച് ഐഡിയുടെ കാര്യത്തിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് എടുത്ത് പറയാൻ പറ്റും. പക്ഷേ അതെന്ന് പറയുന്നത് ഇപ്പോൾ മാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ മാറുമ്പം അല്ലെങ്കിൽ iOS 14.5 വരാൻ നേരത്ത് നിങ്ങളൊരു ആപ്പിൾ വാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാസ്കിൻ്റെ പ്രശ്നം ഒരു മാറ്റുന്നുണ്ട്. ആ അപ്ഡേറ്റിനകത്തോടുകൂടി നമുക്ക് ഈ മാസ്ക് വെച്ചാൽ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ആപ്പിൾ വാച്ച് വേണം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് ഈ ഒരു കുറച്ച് അഡ്വാൻറ്റേജ് മാത്രമേ iPhone 8 Plusന് iPhone XRന് കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് വേറെ സംശയം കാണുമായിരിക്കും. ചിലപ്പോൾ iPhone XRനെക്കാട്ടിയും കുറച്ചും കൂടെ നല്ലൊരു ഡീല് iPhone 8 Plusന് കിട്ടുവാണെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 5000 റുപ്പീസിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ iPhone 8 Plus കിട്ടുന്ന യൂണിറ്റും iPhone XRൻ്റെ ഒരു സെക്കൻഡ് ഹാൻഡ് യൂണിറ്റും തമ്മിൽ ഒരു 5000 റുപ്പീസിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് iPhone XR തന്നെയായിരിക്കും. അത് നിങ്ങൾ അങ്ങനത്തെ ഒരു കമ്പാരിസൺ വെച്ച് എടുക്കാൻ പോകുകയാണെങ്കിൽ പോലും iPhone XRനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പുതിയൊരു പ്രൊസസ്സർ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ സപ്പോർട്ട് കിട്ടും. പിന്നെ അതിലൂടെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എടുക്കാൻ നേരത്തെ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയ ഒരു എക്സ്പീരിയൻസും വരുന്നത് iPhone XR തന്നെയാണ്. ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അത് കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ